ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ എന്ന് വിചാരിക്കുന്നു. നമ്മളും നമ്മുടെ കുടുംബം എല്ലാം ഹാപ്പിയായി ജീവിക്കുന്നു. ഇതിന് മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സമാധാനം. ആ ഒരു സമാധാനം പോയിട്ട് കുറേ ദിവസമായി. അപ്പോൾ നമ്മൾ ഇതിനൊക്കെ കാരണം ഈ സമാധാനം പോകാതെ നിങ്ങൾ തന്നെയെന്നൊക്കെ എന്തായാലും പറയുന്ന എനിക്ക് ഉറപ്പുണ്ട്. ഇങ്ങനെ അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തത്. ആരും പറയുന്നല്ല, എൻ്റേതായ സെൽഫ് റെസ്പെക്റ്റോടെ ഞാൻ സംസാരിക്കുകയാണ്. എന്താ വെച്ചാൽ ഞാനിപ്പോൾ 2-3 നമ്മൾ ആ ഒരു ഇഷ്യൂ കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറേ ആയിട്ട് വീഡിയോ ഇടുന്നു. എല്ലാവരും വന്നു, പൊതുജനങ്ങൾ പലവിധമായിട്ട് ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു. എന്നാലും നമ്മൾ ആ ടോപ്പിക്ക് നമ്മൾ മറന്ന് ഇനിയൊരു എല്ലാം കഴിഞ്ഞു, ഇതിങ്ങനെയാണ് നമ്മൾ മനസ്സിൽ ആഗ്രഹിച്ചിട്ട് പിന്നെ നമ്മൾ വേറൊരു വിഷയത്തിൽ പോകുമ്പോൾ പിന്നെയും നമ്മൾ അതിനിങ്ങനെ വരുമ്പോൾ നമുക്കത് ഭയങ്കരമായിട്ട് എനിക്കത് ഭയങ്കരമായിട്ട് മനസ്സിന് ഭയങ്കര സങ്കടമുണ്ട്. ഞാൻ രാവിലെ എണീക്കുന്നു, സത്യം പറയാലോ ഞാൻ ഇപ്പോൾ ആരുടെ വീഡിയോസ് ഞാൻ കാണാറില്ല. സത്യം അതാണ്, വീഡിയോ ഞാൻ ഒന്നും കാണുന്നില്ല. വേണ്ട, പൊതുവെ ഞാൻ എനിക്കിഷ്ടമുള്ളവരുടെ എല്ലാ ചാനൽ വീഡിയോസും ഞാൻ കാണും. ഇപ്പോൾ പൊതുവെ ഞാൻ ആരുടെയും കാണൽ നിർത്തി. എനിക്ക് സമാധാനമാണ് വലുത്. സമാധാനം ഉണ്ടെങ്കിലേ നടക്കുകയുള്ളൂ. ഞാൻ മാത്രം ടെൻഷൻ അടിച്ച് സമാധാനം ഇല്ലാണ്ടിരുന്നാൽ നാളെ എൻ്റെ കുട്ടികൾക്ക് വീടൊന്നും നോക്കാൻ പറ്റില്ല. എനിക്ക് ഞാനത് തള്ളിക്കളഞ്ഞു. വരുന്നിടത്ത് വെച്ച് കാണാൻ വേണ്ടിയിട്ട്. ഇപ്പം എന്താ ചോദിച്ചാൽ ഇപ്പോൾ 3-4 ദിവസമായി ഞാൻ വീഡിയോ ഇടുന്നത്. കമൻറ്റ് ഇപ്പം എന്നെ ഇഷ്ടമുള്ളവർ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരുപാട് കമൻറ്റ് ഇടും. അതിനൊന്നും നിങ്ങൾ തിരിച്ച് റീപ്ലൈ കൊടുക്കരുത് പറഞ്ഞിട്ട് ഒരുപാട് പേര് കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ തിരിച്ച് റീപ്ലൈ കൊടുക്കാൻ വേണ്ടി വന്നതൊന്നല്ല, ഞാൻ എൻ്റെ സമാധാനത്തിന് വേണ്ടി വന്നതാണ്. ദയവ് ചെയ്ത് എല്ലാവരോടും ഒരേ ഒരു റിക്വസ്റ്റേ ഉള്ളൂ, ആരും ഇനി പഴയതൊന്നും കുത്തിപ്പൊക്കി ദയവ് ചെയ്ത് എൻ്റെ മനസ്സമാധാനം കളയരുത്. ആ ഒരു വിഷയം കൊണ്ട് തന്നെ ഞാൻ വീഡിയോസിന് ഇപ്പോൾ നിങ്ങൾക്കറിയാം, പൊതുവെ എല്ലാ വീഡിയോസിനും എൻ്റെ വീഡിയോസിന് ഞാൻ ലൈക്ക് ചെയ്ത് ഹാർട്ട് പോടുന്ന ഒരാളാണ്. ഇപ്പോൾ ഞാൻ വീഡിയോ ഇട്ടു എന്നല്ലാതെ കമൻറ്റുകൾ വായിക്കലില്ല, ഒന്നും വായിക്കലില്ല. കാരണം ഓരോരോ കമൻറ്റുകൾ വായിക്കും തോറും നമുക്ക് ഓരോരോ മനസ്സമാധാനം ഉണ്ടാവും. ഞാൻ അങ്ങനെയായിരുന്നു, ഞാൻ ഇങ്ങനെയായിരുന്നു, അവരുടെ മുന്നിൽ ഞാൻ ഇങ്ങനെയായിരുന്നു എന്നൊക്കെ എന്തായാലും എനിക്ക് തോന്നാൻ തുടങ്ങി. ഞാൻ പലവിധ ഡിപ്രഷനിൽ ഒരു 4 ദിവസം പലവിധ ഡിപ്രഷനിൽ നിന്നും ഇപ്പോൾ പകുതിയായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമുക്ക് പലവിധ പ്രശ്നങ്ങളും ഞങ്ങളുടെ ഫാമിലി മീൻസ് ഞാൻ സനാമിയാസ് ഞങ്ങളുടെ ഫാമിലിൻ്റെ ഉള്ളിൽ എനിക്ക് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ 4 ദിവസം കൊണ്ട് എനിക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ നാളെ എനിക്ക് എന്തെങ്കിലും ആയി പറഞ്ഞാൽ മക്കൾ എന്ത് ചെയ്യും? നമ്മളൊരു തെറ്റായ ഒരു മുടിവ് എടുത്തിട്ട് നാളെ പിന്നെ ഒന്നുമില്ലെങ്കിൽ നമ്മുടെ മക്കളുടെ ഒരു കാര്യം ആലോചിച്ച് അതുകൊണ്ട് പലവിധ ഡിപ്രഷനിലും പോയിട്ട് ഇപ്പോൾ സാധാരണ ഒന്ന് പഴയ ലെവലിലേക്ക് വരാൻ നിൽക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരോടും എനിക്കൊരു റിക്വസ്റ്റേ ഉള്ളൂ, ആരും പഴയതിനെ കുറിച്ച് ഇനി ഞാൻ ഇടുന്ന വീഡിയോസിൽ ഇടരുത്. എൻ്റെ ഒരു റിക്വസ്റ്റ് ആയിട്ടാണ് വിചാരിച്ചോളൂ. കാരണം എല്ലാവർക്കും വേണ്ടത് മനസ്സമാധാനമാണ്. അപ്പോൾ ശരി, ഇതൊക്കെ ചെയ്തത് ഞാനാണ്. ശരി, എൻ്റെ തെറ്റ് ഞാൻ സമ്മതിച്ചു. ഞാൻ തന്നെ എല്ലാതും ചെയ്തത്, ഉള്ളത് ഞാനെല്ലാവരോടും അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യണം? മാപ്പ് ചെയ്യുക. ഞാൻ എൻ്റെ ലൈഫ് ഇങ്ങനെ തന്നെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോവുക. ആരോടും എനിക്കൊരു ദേഷ്യമോ വാശിയും പിടിവാശിയും പിടിച്ചിട്ട് എന്ത് കിട്ടാനാണ്? ഒന്നുമില്ല. വാശിയും പിടിവാശിയൊന്നും നമുക്ക് ചോറൊന്നും തരുന്നില്ല. നമ്മൾ പൊതുവെ എല്ലാവരും എന്താണെന്ന് വിചാരിക്കുന്നത്, നമ്മളൊരു സാധനത്തിന് ആഗ്രഹിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ അത് കിട്ടുന്നതോടെ വാശി പിടിക്കുന്നൊരു പഴഞ്ചൊല്ലുണ്ട്. എനിക്ക് അങ്ങനെ ഒരു വാശിയും വൈരാഗ്യവും ഒരു സാധനവും ഇല്ല. എനിക്ക് സമാധാനത്തിന് വേണ്ടി ഞാൻ തനിയെ ജീവിക്കും. ജനിച്ച് ഇന്നേ വരയ്ക്കും ആരെടുത്തും ഒരു പിടിവാശിയോ ആരെടുത്തും ഒരിതും ഞാൻ കാണിക്കാൻ നിന്നിട്ടില്ല. ദയവ് സെഞ്ച് കമൻറ്റ് ഇടുന്ന ആൾക്കാരോട് ഞാൻ പറയാണ്, എല്ലാവർക്കും ജീവിതത്തിൽ ഏറ്റവും വലിയത് വേണ്ടത് മനസ്സിലാക്കുന്നതാണ്. ഞാൻ ഓരോരോ സന്തോഷത്തിനാണ് എല്ലാതും മറക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓരോരോ വീഡിയോ ഇടുന്നത്. കാരണം അവരെല്ലാവരും നമ്മുടെ ഫാമിലിയാണ്. ആ ഫാമിലിയിൽ ഒരു പക്ഷെ നല്ല പേരുണ്ടാവും, ഒരു പക്ഷം ഇങ്ങനെ ആയിരിക്കാം എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ ഇത് പിന്നെയും നമ്മൾ ആ ഒരു കുത്തി നോവിക്കുക എന്ന് പറയും. ആ കുത്തി നോവിക്കുന്നത് ആരും ഇനി ചെയ്യരുത്. നിങ്ങൾ ഇഷ്ടമുണ്ടെങ്കിൽ വീഡിയോ കാണുക. കമൻറ്റ് ഇടുന്നതും ഇടാത്തതും അവരവരുടെ ഇഷ്ടം, അത് നമുക്ക് പറയാൻ പാടില്ല. പബ്ലിക്കാണ്, സോഷ്യൽ മീഡിയ ആണ്, അതിനാണ് നമുക്ക് കമൻറ്റ് ബോക്സ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞതുകൊണ്ട് മാത്രം കേട്ടോ, നിങ്ങൾ കമൻറ്റിന് മറുപടി ചെയ്യരുത് എന്ന് ഒരുപാട് പേര് നമ്മളോട് പറയുന്നുണ്ട്. പക്ഷെ എന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. ഞാൻ ചെയ്യില്ല പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. പക്ഷെ പിന്നെയും നമ്മൾ മറക്കാൻ ശ്രമിച്ച കാര്യങ്ങൾ
പിന്നെയും അവരിങ്ങനെയല്ല ഇവരിങ്ങനെയല്ല അങ്ങനെ ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് മനസ്സിന് ഭയങ്കരമായിട്ട് ഇനിയൊരു ഡിപ്രഷനിലേക്ക് പോകാൻ ഇനിയും കൊണ്ട് പറ്റില്ല. ഒരു 4-5 ദിവസം ഒരു ഭ്രാന്തിയന്മാര് നടക്കേണ്ട ഒരു അവസ്ഥയായിപ്പോയി എനിക്ക്. എല്ലാം പാടെ ആലോചിച്ച് എല്ലാം പാടെ എന്നിട്ട് പിന്നെ എനിക്കത് എനിക്കൊരു ഞങ്ങൾക്കത് പറ്റണില്ല. കാരണം ഓരോരോ ദിവസം ഓരോരുത്തർ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ തന്നെ എന്നെ വിചാരിക്കും, ഞാൻ ഇങ്ങനെ ആയിരുന്നോ, അങ്ങനെ തന്നെയല്ല, എന്താ ഞാൻ ആൾക്കാർക്ക് ചെയ്തത്, ഞാൻ എന്തിനാ ഭൂമിയിൽ ജനിച്ച്, അങ്ങനെ എന്നെ തന്നെ പറയേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പം എനിക്ക് വരുന്നത്. അതിൻ്റെ പേരാണ് ഡിപ്രഷൻ. നിങ്ങൾക്കറിയില്ല പലവിധ ഡിപ്രഷൻ ഉണ്ട്. ഓരോരുത്തർ ഡിപ്രഷൻ സഹിക്കാൻ വയ്യാതൊക്കെയാണ് സൂയിസൈഡൊക്കെ ചെയ്യുന്നത്. പക്ഷെ അതൊന്നും നമുക്ക് തെറ്റായതാണ്. നമ്മളെല്ലാവരും മുന്നിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കണം, അതാണിത്. പക്ഷെ എനിക്കൊരു വാശിയോ ഒരു പിടിവാശിയോ ഇല്ല. എന്തായാലും സബ്സ്ക്രൈബേഴ്സ് നല്ലത് ഭൂരിപക്ഷം നല്ലത് പറയാം. എനിക്കത് നിങ്ങൾ പറയുന്ന അത്രയും എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കാരണം മനസ്സിന് ഭയങ്കര സങ്കടവും ദിവസം ഇങ്ങനെ വിചാരിക്കും. ഇപ്പം 4-5 ദിവസമായിട്ട് എനിക്ക് ഭയങ്കര ഉറക്കം തന്നെ. ചിലപ്പോൾ ഡിപ്രഷൻ ആയിരിക്കും. ഡിപ്രഷൻ കൊണ്ട് ഉറങ്ങണേ സത്യം പറയല്ല. ഞാൻ വീട്ടിൽ ജോലിയൊക്കെ ചെയ്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യണ ആൾ എനിക്കിപ്പോൾ കടമിട്ട് എണീക്കാൻ നേരമല്ല. ഫുൾ ടൈമും ആ ഒരു ഇതിൽ പോയി ഭയങ്കര ആലോചനയിലായിട്ട് എന്താ ചെയ്യേണ്ടത് ഏത് ചെയ്യേണ്ടതെന്ന് അറിയാനായിട്ട് ചിലപ്പോൾ ഞാൻ റോഡിലൊക്കെ പോയിരിക്കും. വീട്ടിലിരുന്ന് എനിക്ക് പലവിധ ചിന്തകൾ വരുമ്പോട്ട് ഞാൻ റോഡ് സൈഡിലെല്ലാം പോയിരിക്കും. കടയ്ക്ക് പോയ റോഡിൻ്റെ വാസലിലൊക്കെ പോയിരിക്കും. വീട്ടിൽ വന്നാൽ അതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. എന്നിട്ട് ഞാൻ റോഡിൽ കൂടെ വണ്ടികളെ നോക്കിയിരിക്കാമല്ലോ. അപ്പം അതൊക്കെയാണ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇനിയും പഴയ വിഷയങ്ങൾ ആരും കുത്തിപ്പൊക്കരുത്. കുത്തിപ്പൊക്കി എന്നെ ആരും കുത്തി നോവിക്കരുത്. ചെയ്തതൊക്കെ എൻ്റെ തെറ്റാണ്. ഞാൻ തെറ്റ് ചെയ്തവരോടൊക്കെ ഞങ്ങൾ എന്തായാലും ഞാനും എൻ്റെ ഫാമിലിയും ഹസ്ബൻഡിൻ്റെ ഫാമിലി എല്ലാവരും മാർക്ക് ചോദിക്കുന്നു. ദയവിച്ച് ഞാനും കുത്തിപ്പൊക്കരുത്. ഞങ്ങളുടെ ഒരു റിക്വസ്റ്റായിട്ട് മാത്രം എല്ലാവരും കണക്കാക്കിയാൽ മതി. എൻ്റെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടി എന്താ ചോദിച്ചത് പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാനും എല്ലാവരുമായി കല്യാണം കഴിഞ്ഞ് ഇന്നൊരു വീട്ടിലെ വാഴുന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ തനിയാന്നുള്ള എനിക്ക് ഇന്ന് സത്യം പറഞ്ഞാൽ പറയാൻ എന്താണെന്ന് അതിലൊരു പ്രശ്നങ്ങളായതുകൊണ്ട് ഒരു വീഡിയോ എടുക്കാൻ എന്താ ടോട്ടലാ ഡാമേജ് ആയിട്ട് ഇരിക്കുകയാണ് എല്ലാം കൊണ്ടും. എന്നിട്ട് വീഡിയോ പറയുന്നത് അതൊരു സന്തോഷം. നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് പേരുണ്ടല്ലോ എന്നിട്ട് എടുക്കുകയാണ്. ഞാനും എല്ലാവരും പൊതുവെ കല്യാണം കഴിഞ്ഞ് നമ്മൾ വേറെ ഇരുന്നാലും നമ്മുടെ ഉമ്മ ഹസ്ബൻഡിൻ്റെ ഉമ്മ എല്ലാവരും ഉണ്ടാവും. പക്ഷെ ഞങ്ങൾക്ക് എല്ലാവരും ഉണ്ട്. നമ്മൾ ഇവിടുത്തെ ഒരു കൾച്ചർ എന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞ് പൊതുവെ എല്ലാവരും വേറെ ഉണ്ടാവുക. പൊതുവെ എല്ലാവരും വേറെ ഉണ്ടാവും. പക്ഷെ ഫാമിലി എല്ലാവരും കൂടെ ഉണ്ടാവും, നല്ലതിനായാലും എന്നതിനായാലും. അപ്പോൾ അവരുടെ ഉമ്മ എന്താ വരാത്ത വെച്ചാൽ അവർ ജോലിക്ക് പോകുന്ന കാരണം കൊണ്ട് വരാൻ പറ്റുന്നില്ല. ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ കുട്ടികളെ കാണാൻ വരും. ഞങ്ങളിവിടെ നിൽക്കാൻ പറഞ്ഞാലും അവർ കേൾക്കുന്നില്ല. ജോലി എടുത്താലാണ് എല്ലാവർക്കും ലൈഫിലൊരു മര്യാദ. അത് കാരണം കൊണ്ട് വയ്യെങ്കിലും അവർ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ ഒരു 10-11 ഇതോടെ ഈ ഒരു വർഷം വന്നാൽ 11 വർഷമായില്ല. ഈ ഒക്ടോബർ വന്നാൽ 11 വർഷമായി. ഈ 11 വർഷത്തിൻ്റെ ഉള്ളിൽ എവിടുന്നായാലും നല്ലതും സങ്കടവും സന്തോഷവും എല്ലാതും കിട്ടിയിട്ടുണ്ട്. അപ്പം ഇപ്പോഴും നമ്മുടെ ലൈഫിൽ സങ്കടവും സന്തോഷം ഇല്ലെങ്കിൽ ലൈഫ് മുന്നോട്ട് പോകില്ല. ഒരു ലൈഫ് പറഞ്ഞാൽ ഒരു സൈഡ് നല്ലതാണെങ്കിൽ മറ്റൊരു സൈഡ് കെട്ടതായിരിക്കും. അതൊക്കെ നമ്മൾ തരണം ചെയ്ത് ജീവിതം മുന്നോട്ട് പോകണം. അപ്പോൾ അതാണ് ഇപ്പം നടന്നുകൊണ്ട് ഇരിക്കുന്നുണ്ട്. ലൈഫാവുമ്പോൾ തട്ടിമുട്ടും പാത്രമാകുമ്പോൾ തട്ടിമുട്ടി എന്നൊക്കെ പറയുന്ന മാതിരി ലൈഫാവുമ്പോഴും തട്ടിമുട്ടിയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരോടും ഞങ്ങളിപ്പോൾ ഒരു റിക്വസ്റ്റ് പറയുകയാണ്, ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ അടിയിൽ ആരും ഇനി മുതൽ എന്നെ കുത്തി നോവിക്കണ മാതിരി ആരും ദയവ് ചെയ്ത് കമൻ്റ് ഇടരുത്. കാരണം എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഭയങ്കരമായിട്ട് ഡിപ്രഷൻ മാതിരി ആവുകയാണ് എനിക്ക്. അത് കാരണം കൊണ്ട് 3-4 ദിവസം കമൻറ്റുകൾ ഞങ്ങൾക്ക് വായിക്കാറില്ല. പുറത്തുനിന്ന് ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോഴാണ് എനിക്ക് ഭയങ്കര സങ്കടമായിട്ടുണ്ട്. നിന്നെ അങ്ങനെ പറയണോ, നിന്നെ എങ്ങനെ പറയണോ, അങ്ങനെ പറയുമ്പോൾ ഞാൻ ഇങ്ങനെ ആയിരുന്നു എന്ന് ഈ മനസ്സിക്ക് എനിക്ക് ഒരു തോന്നൽ വരാൻ തുടങ്ങിയത് കാരണം കൊണ്ട് ദയവ് ചെയ്ത് ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമുണ്ടെങ്കിൽ എല്ലാവരും കാണുക. കമൻറ്റ് നല്ല കമൻറ്റ് ഇടുക. അത് കമൻറ്റിനെ പറ്റി എനിക്ക് എന്തായാലും പറയാൻ പറ്റില്ല, നിങ്ങളുടെ ഇഷ്ടം. ദയവ് ആരും കുത്തി നോക്കണം മതിയോ, ചെയ്ത് തെറ്റി പിന്നെയും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് ആരും ഇനി കമൻറ്റ് ഇടരുത്. എൻ്റെ ചെറിയൊരു റിക്വസ്റ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.